ആപ്പ് സ്റ്റോർ വരുന്നേ ഉള്ളൂ. അപ്പം ആപ്പ് സ്റ്റോറിനകത്ത് ഒരുപാട് ആൾക്കാർ മൊബൈൽ യൂസ് ചെയ്യുന്നു. അറ്റ് ദി സെയിം ടൈം ആ സമയത്ത് കുറെ ആപ്സ് ഇല്ല. ഈ ആപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആപ്സ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ സർട്ടൻ കൈൻഡ് ഓഫ് വിഷസ് സെൻഡ് ചെയ്യാൻ പറ്റുന്ന ആപ്സ്, വളരെ വരെ സിമ്പിൾ യൂട്ടിലിറ്റി ആപ്സ് ആയിരുന്നു. ഇതിൽ ചില ആപ്സ് ഇപ്പോഴും ഉണ്ട്. അതിപ്പോഴും ഒരു അറൌണ്ട് ലൈക്ക് $1,000 വരും പെർ മന്ത്, ഒന്നും ചെയ്യാണ്ട് തന്നെ. സോ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് വി തോട്ട് ഇതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. അതിനകത്ത് ക്രിക്ക് ഇൻഫോയിൽ നിന്ന് കോൾ വന്നു. എന്നിട്ട് അവർ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു, ഈ ഫുൾ ആപ്പ് നിങ്ങൾ ഒരു സെർവറൊക്കെ ബിൽഡ് ചെയ്ത് ഒരു ഫാൻസിന് കംപ്ലീറ്റ് കൊടുക്കാൻ പറ്റുമോ? പക്ഷേ യു ഷുഡ് ഡു ഇറ്റ് ഇൻ 20 days, സംതിങ് ലൈക്ക് ദാറ്റ്. വളരെ ചെറിയ ടൈം ഫ്രെയിം. അന്നെന്റെ കല്യാണത്തിന്റെ ഒരാഴ്ച മുമ്പാണ്. ഏറ്റവും നല്ല ഇൻട്രസ്റ്റിംഗ് പോസിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ പണ്ട് സെയിൽസ് കുറെ കാർട്ടായിരുന്നു. പക്ഷേ സാസിന്റെ കേസിൽ സെയിൽസ് ഇസ് മോർ ഓഫ് എ സയൻസ്. അപ്പം ഇഫ് യു ആർ എക്സ്പോസ് ടു പീപ്പിൾ ഹു ആർ സെല്ലിംഗ് ഇറ്റ് ദ റൈറ്റ് വേ. ഹായ്, എന്റെ പേര് ഫെലിക്സ്. ഞാൻ കേരള പ്രൊഡക്ഷൻ എന്റെ പോഡ്കാസ്റ്റ് ഹോസ്റ്റ് ആണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഷമീലാണ്. ഷമീൽ ഒരു $7 million റവന്യൂ ഉള്ള ഒരു സാസ് കമ്പനി റൺ ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഷമീലിന്റെ സ്റ്റോറിയിലേക്ക് നമുക്ക് കിടക്കാം. എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയുള്ള സ്റ്റോറി. വെൽക്കം ഷമീൽ ടു കേരള പ്രൊഡക്ഷൻ. താങ്ക്സ് ഫെലിക്സ്. യെസ്. അപ്പോൾ ഷമീൽ, നമ്മൾ ആദ്യം കണ്ടുപിട്ടുന്നത് കേരള പ്രൊഡക്ഷൻ്റെ ഒരു കാലിക്കറ്റ് ബേസ് മീറ്റപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് then you went on to build this SaaS company which is doing several millions of dollars. അതിന് മുമ്പായിട്ട് before we get into what product is and all, we like to know about childhood. അതായത് എങ്ങനെയായിരുന്നു upbringing and how you got into your first internet. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡോളറിലേക്ക് എത്തിച്ചു വേണ്ടി could you share of that? Absolutely. കുറെ വർഷങ്ങൾ മുമ്പുകളാണ് പറയുന്നത്. ഡെഫിനറ്റ്ലി. അപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് 2005-ലാണ്. ഞാൻ എൻ്റെ സ്കൂളൊക്കെ ചെയ്തത് ഖത്തറിലായിരുന്നു. അപ്പോൾ എൻ്റെ ഫാമിലി അവിടെ ആയിരുന്നു. സോ ഖത്തറിൽ 10th വരെ പഠിച്ചു. 10th കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാഡ് പ്രീ ഡിഗ്രി. +2 അല്ല, പ്രീ ഡിഗ്രി ആണ്. സോ പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ഇവിടെ ഫറൂഖ് കോളേജിൽ വെച്ചിട്ട്. പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ് CET-യിൽ വെച്ച് ട്രിവാൻഡ്രം, അവിടെ നിന്ന് എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞു. എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങൾ കോളേജിൽ പോലും ഇന്റർനെറ്റ് ഇല്ല. ഇന്റർനെറ്റ് വേണമെങ്കിൽ നമുക്ക് ലാബിൽ പോയിട്ട് വേണം ഇന്റർനെറ്റ് എടുക്കാൻ. നമ്മൾ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഒന്നും ഇന്റർനെറ്റ് ഇല്ലാത്തൊരു ടൈമാണ്. അപ്പം ബേസിക്കലി നമുക്ക് കമ്പ്യൂട്ടർ അറിയാം, ഡെഫിനറ്റ്ലി പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ഇന്നത്തെ പോലത്തെ ഒരു എക്സ്പോഷർ ആ സമയത്തില്ല. അപ്പം നോർമലി ഒരു നോർമൽ എഞ്ചിനീയറിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഫൈനൽ ഇയർ ആകുമ്പോൾ നമുക്ക് പ്ലേസ്മെന്റ് ആവും. അങ്ങനെ ഞാൻ വിപ്രോയിൽ ജോയിൻ ചെയ്തു. അവിടെ ഞാനൊരു 4-5 വർഷം വർക്ക് ചെയ്തു. അതുകൊണ്ട് ഞാൻ ഒരു പ്രൊഡക്റ്റ് കമ്പനിയിലേക്ക് മാറി, EMC. അവിടെ ഞാനൊരു 3-4 വർഷത്തോളം സ്പെൻഡ് ചെയ്തു. അപ്പം ഞാൻ എഞ്ചിനീയറിംഗ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷം ജോലി ചെയ്യും, അതിന് ശേഷം ഒരു MBA ഒക്കെ എടുത്തിട്ട് ഗോ ടു മാനേജ്മെന്റ് സൈഡ് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഐഡിയ. പക്ഷേ എനിക്കൊരു ഒരു MBA അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് ഞാനൊരു EMC എന്ന് വെച്ചാൽ രണ്ടാമത്തെ കമ്പനിയിൽ വെക്കുമ്പോഴാണ് എനിക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടുന്നത്, ഒരു നല്ലൊരു കോളേജിൽ, ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ്സിൽ. ആ സമയത്ത് അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് തന്നെ എൻ്റെ 1-2 ആപ്സ് ആപ്പ് സ്റ്റോറിൽ ലൈക്ക് ഇറ്റ് വെൻ ടോപ്പ് 10 ഇൻ ആപ്പ് സ്റ്റോർ. ആ സമയത്താണ് ഞാൻ ആലോചിച്ചത് ലെറ്റ് മീ jump to the startup world. So initially our particular app it started giving me revenues. It went top 10 in App Store. I felt this is a great idea. Technology side like on that we build a business of our own. Maybe like unlike before നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇവിടെ ഇരുന്ന് ബിൽഡ് ചെയ്യാൻ, ടീമിനെ ബിൽഡ് ചെയ്യാൻ, ഇന്ത്യയിൽ നിന്ന് ബിൽഡ് ചെയ്യാം, ദ ഹോൾ വേൾഡ് നമുക്ക് മാർക്കറ്റിന് ഔട്ട്റീച്ച് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. ആപ്പ് എന്ന് പറഞ്ഞു, രണ്ട് ആപ്പ് which went on to become top 10 in Play Store, App Store. അതെന്ത് ആപ്പായിരുന്നു and what was the peak revenue if you could share? അതൊരു ആ ഒരു ടൈം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഏകദേശം 2011 2010-11 ആ ഒരു ടൈം ഫ്രെയിം ആണ് പറയുന്നത്. ആ സമയത്ത് ആപ്പ് സ്റ്റോർ വരുന്നേ ഉള്ളൂ. അപ്പം ആപ്പ് സ്റ്റോറിനകത്ത് ഒരുപാട് ആൾക്കാർ മൊബൈൽ യൂസ് ചെയ്യുന്നു. അറ്റ് ദി സെയിം ടൈം ആ സമയത്ത് കുറെ ആപ്സ് ഇല്ല. ഈ ആപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആപ്സ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ സർട്ടൻ കൈൻഡ് ഓഫ് വിഷസ് സെൻഡ് ചെയ്യാൻ പറ്റുന്ന ആപ്സ്, ട്രാഫിക് വയലേഷൻസ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ആപ്പ്, ഇങ്ങനത്തെ വളരെ വരെ സിമ്പിൾ യൂട്ടിലിറ്റി ആപ്സ് ആയിരുന്നു. ഇവിടെ നിന്നാണ് നമുക്ക് റവന്യൂ വന്നുകൊണ്ടിരുന്നത്. ആ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് വൺ പോയിന്റ് ഇൻ ടൈം ഇറ്റ് വാസ് ലൈക്ക് $2,000 a month. In 2010? No, 2010-ലൊന്നും അത്രയില്ല. ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇതിൽ ചില ആപ്സ് ഇപ്പോഴും ഉണ്ട്. അതിപ്പോഴും ഒരു അറൌണ്ട് ലൈക്ക് $1,000 വരും പെർ മന്ത്, ഒന്നും ചെയ്യാണ്ട് തന്നെ. സോ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് വി തോട്ട് ഇതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. അന്ന് വേറെ 1-2 ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 1-2 ആപ്പ് ഹിറ്റായി. ആ സമയത്താണ് നമ്മുടെ ഫസ്റ്റ് 2020 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ക്രിക്കറ്റ് പ്ലെയേഴ്സിന്റെ മുഴുവൻ പ്രൊഫൈൽ എടുത്തിട്ട് ഒരു ആപ്പ് ഉണ്ടാക്കി. ദെൻ വി പ്രസന്റഡ് ടു മൾട്ടിപ്പിൾ ബിസിനസ്സസ്. എന്നിട്ട് നമുക്ക് ആ സമയത്ത് ക്രിക്ക് ഇൻഫോയിൽ നിന്ന് കോൾ വന്നു. എന്നിട്ട് അവർ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു, ഈ ഫുൾ ആപ്പ് നിങ്ങൾ ഒരു സെർവറൊക്കെ ബിൽഡ് ചെയ്ത്
ഒരു ഫാൻസിന് കംപ്ലീറ്റ് കൊടുക്കാൻ പറ്റുമോ, പക്ഷേ യു ഷുഡ് ഡു ഇറ്റ് ഇൻ 20 days സംതിങ് ലൈക്ക് ദാറ്റ്. വളരെ ചെറിയ ടൈം ഫ്രെയിം. അന്ന് എൻ്റെ കല്യാണത്തിൻ്റെ ഒരാഴ്ച മുമ്പാണ്. അപ്പം ആ ഒരു ടൈം ഫ്രെയിമും ഭയങ്കര കൺസ്ട്രെയിൻ്റ് ആയതുകൊണ്ട് അന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇറ്റ് വാസ് ക്ലിയർ, ഇതൊരു ഗുഡ് ഡയറക്ഷൻ ആണ് ടു സ്റ്റാർട്ട് എ ബിസിനസ്. That also brought in a kind of conviction that okay, maybe this is the right thing to do. Take advantage of all the technology developments and start a startup kind of thing. അത് കഴിഞ്ഞിട്ട് മൂവിങ് ഫോർവേഡ് വാട്ട് വാസ് യുവർ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ്? അത് കഴിഞ്ഞിട്ട് ജിപ് സ്റ്റോർ, റൈറ്റ്? സോ ആദ്യം ജിപ് സ്റ്റോർ മുമ്പേ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട്, ഒരു വർഷം റൺ ചെയ്ത്. ഓക്കെ. സോ ബേസിക്കലി ഈ MBA കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നു, അവിടെ ജോയിൻ ചെയ്യാൻ പോകണം എന്നുള്ള പ്ലാനിലാണ്. ആ സമയത്താണ് ഈ ഡിസിഷൻ വരുന്നത്, ഷുഡ് ഐ സ്റ്റാർട്ട് എ സ്റ്റാർട്ടപ്പ് ഓർ ഷുഡ് ഐ ഗോ ഫോർ MBA? Okay. അപ്പോൾ ഡിസൈഡ് നോ, ഐ സ്റ്റാർട്ട് എ സ്റ്റാർട്ടപ്പ്. So you didn't go for I basically dropped it. I paid the amount and then I put it for sabbatical for 1 year. Then I said I'm not going to come back. Okay. അങ്ങനെയാണ് പോയത്. അപ്പം ആ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുന്ന സമയത്ത് റൈറ്റ്, വി ജസ്റ്റ് കെയിം ഔട്ട് ആൻഡ് സ്റ്റാർട്ടഡ് എ ന്യൂ കമ്പനി. അതിൻ്റെ പേര് കോഡ് ബ്ലിങ്ക് എന്നായിരുന്നു ആദ്യത്തെ കമ്പനിയുടെ പേര്. കോഡ് ഇസ് ഫോർ കോഴിക്കോട് ആൻഡ് ബ്ലിങ്ക്. ഇറ്റ് വാസ് ദാറ്റ്സ് ഹൗ വി പുട്ട് ഇറ്റ്. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു ആപ്പ് ഡെവലപ്മെന്റ് കമ്പനി. ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ ബിൽഡ് സം ഇൻട്രസ്റ്റിംഗ് പ്രോഡക്ട്സ്. കാരണം ഓൾറെഡി കുറച്ച് പ്രൊഡക്ട്സിൽ റവന്യൂ വരുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ആപ്സിൻ്റെ നമ്മുടെ പോർട്ട്ഫോളിയോ ഇൻക്രീസ് ചെയ്യാന്നുള്ള പ്ലാനിലാണ്. അതൊരു പ്രോഡക്റ്റ് കമ്പനി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ ഇറ്റ് എൻഡഡ് അപ്പ് ലൈക്ക് എ സർവീസ് കമ്പനി. കാരണം നമ്മൾ ഫുൾ ടൈം ആകുമ്പോൾ വി നീഡ് റവന്യൂസ്. അപ്പോൾ പ്രോഡക്റ്റ് കമ്പനീസിൽ റവന്യൂ വരുന്നത് ലിമിറ്റഡ് ആയിരിക്കും ഇനീഷ്യലി. അപ്പോൾ അത് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് അതിനെ ടേക്ക് ഓഫ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് കംപ്ലീറ്റ് ടീമിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞാനും 3 co-founders ഫുൾ ടൈം ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. സോ നമ്മൾ സ്ലോലി സർവീസസ് ആയി. ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് അത് ക്ലിയർ സർവീസസ് കമ്പനി. സോ ദെൻ വി ടുക്ക് എ കോൾ, should we go for a completely service company or should we build a product? ആ സമയത്താണ് നമ്മൾ കുറേ ഐഡിയാസ് ലിസ്റ്റ് ഡൗൺ ചെയ്തു, പോസിബിലിറ്റീസ് നോക്കി. എന്നിട്ട് ജിപ് സ്റ്റോർ എന്ന് പറഞ്ഞ ഐഡിയ ആയിട്ട് വരുന്നു. ഇത് ഹാപ്പൻ ചെയ്യുന്നത് 2012. 2012 ഒരു ഹൈപ്പർ ലോക്കൽ ഗ്രോസറി ഡെലിവറി സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിരാന സ്റ്റോഴ്സിൽ നിന്ന് എങ്ങനെ പ്രൊഡക്ട്സ് ഫാസ്റ്റ് ആയിട്ട് പ്രിഡിക്റ്റബിളി വിത്തിൻ 60 minutes കസ്റ്റമേഴ്സിന് എത്തിക്കുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഹൈപ്പർ ലോക്കൽ ഭയങ്കര കുറവാണ്, ഭയങ്കര ഇനീഷ്യൽ സ്റ്റേജ് ആണ്. അന്ന് എനിക്ക് തോന്നുന്നു ആരും ഇതിനെപ്പറ്റി അധികം തിങ്ക് ചെയ്തിട്ടില്ല. ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ സ്റ്റാർട്ട് ഉള്ളതാണ് പ്രോബ്ലി ജിപ് സ്റ്റോർ, ഗ്രോഫേഴ്സ് ഒക്കെ ആയിട്ട്. അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2012 ഐഡിയേഷൻ ചെയ്തു, 13 ഫുൾ ബ്ലോൺ ആയിട്ട് റൺ ചെയ്തു, 13 to 15 2 years റൺ ചെയ്തു, 15 അത് അക്വയർ ആയി. അക്വയർ പെപ്പർ ടാപ്പ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അതൊരു ബിഗർ ഗ്രോസറി പ്ലെയർ ആയിരുന്നു. നമുക്ക് ആ സമയത്ത് ഒരു 3 അക്വിസിഷൻ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അതിലൊന്ന് ഞങ്ങൾ എടുത്ത് നമുക്ക്. അത് കഴിഞ്ഞിട്ട് you made lot of money, I hope. I don't make hell lot of money, but of course, some money. Yeah. So, how did you acquire it? What did you do? First thing you do with the money? So, of course, acquisition കഴിഞ്ഞ് കഴിയുമ്പോൾ it is like നമ്മൾ കുറേ നേരം മഴയത്ത് നിന്നിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് ഇറക്കില്ലേ, ആ ഒരു സെറ്റ്. I mean, you get a feeling like that. കാരണം otherwise ആ 2 വർഷം it was very busy running around, doing a lot of things, and suddenly the whole thing has stopped and you have transitioned off. It became like more calm and more free time kind of thing. Right. Actually avada career ശേഷം within 6 months I transitioned most of the things, most of the modules, team, responsibilities and stuff like that. Then I started thinking about what should I do next. I mean, I'm just saying, ഒരു money കിട്ടി, what did you do with the money? Any big purchase, a car മേടിക്കുക? No, I don't think I've done anything much. ഒന്നും ചെയ്തില്ല. I maybe traveled a lot. Yeah. Okay. അത് കഴിഞ്ഞിട്ട് you want to do something else? Yes. Okay. അങ്ങനെയാണ് ഈ ഇപ്പോഴത്തെ കറന്റ് അങ്ങനെയാണ് ക്ലൂ ട്രാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലൂ ട്രാക്ക് എന്ന് വെച്ചാൽ ആദ്യത്തെ കമ്പനി ഞങ്ങൾ ഏകദേശം ഒരു 1.5 വർഷം സ്പെൻഡ് ചെയ്തു ഞാൻ. ഓക്കെ. അതായത് അക്വയർ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ 1.5 years സ്പെൻഡ് ചെയ്തു. അവിടെ ഒരു 1 year ഡെഫിനറ്റ്ലി നിൽക്കണമായിരുന്നു. 1.5 years നിന്നു. എന്നിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. പ്രോബബ്ലി ഇതിനെപ്പറ്റി തിങ്ക് ചെയ്ത് തുടങ്ങുന്നത് ഒരു ക്ലോസ് ടു എ ഇയേഴ്സ് ടൈം ഫ്രെയിം ആകുമ്പോഴാണ്. ഓക്കെ. ആ സമയത്ത് സെവറൽ ഐഡിയാസ് ഇങ്ങനെ ട്രൈ ഔട്ട് ചെയ്തു. Then this looked to be an interesting idea. Then we started off. എന്താണ് ഈ ക്ലൂ ട്രാക്ക്? ക്ലൂ ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിനാരിയോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പ്രൊഡക്ട്സും ഓൾമോസ്റ്റ് എവറി പ്രൊഡക്റ്റ് ഈസ് ഗുഡ്.
കാരണം വെച്ചാൽ എല്ലാ പ്രോഡക്റ്റ്സും കമ്മോഡിറ്റൈസ്ഡ് ആയി. Yeah. നമ്മളിപ്പോൾ ഒരു റെഫ്രിജറേറ്റർ വാങ്ങുകയാണെങ്കിൽ അത് മെയിൻ ഏത് ബ്രാൻഡ്സ് നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ജനറലി ഒരു അബവ് ആവറേജ് ക്വാളിറ്റി, പ്രൊഡക്റ്റബിൾ ക്വാളിറ്റി ആയിരിക്കും. ഇങ്ങനത്തെ ഒരു സിനാരിയോയിൽ ഒരു ബ്രാൻഡിന് എങ്ങനെ കോമ്പറ്റേറ്റീവ് എഡ്ജ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ദേ ഷുഡ് നോ വാട്ട് കസ്റ്റമർ ഇസ് തിങ്കിങ്, റൈറ്റ്? വാട്ട് ഇസ് എ ന്യൂ തിങ് ഹി വാണ്ട്സ്, വാട്ട് ഇസ് എ ന്യൂ പെയിൻ ഹി ഹാസ്, ബിക്കോസ് ദ ബേസിക് നെസസിറ്റീസ് ആർ ഓൾറെഡി മെറ്റ്. ബേസിക് ആയിട്ടുള്ള ഒരു കസ്റ്റമറുടെ എല്ലാ നീഡ്സും മിക്കവാറും എല്ലാ പ്രൊഡക്ട്സും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്ത് നെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് പോകും. ആ നെക്സ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഉള്ളി പ്രൈസ് മാത്രമല്ല, വേറെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് ഐഡന്റിഫൈ എന്ന് പറയുന്നത് ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ആൾക്കാർ വെറും സ്റ്റോറിൽ വന്നിട്ടല്ല വാങ്ങുന്നത്, ഓൺലൈനിലും പല ചാനൽസിലും വാങ്ങും. അതേപോലെ കസ്റ്റമേഴ്സിന് പല മാർക്കറ്റ്സുമായിട്ട് എക്സ്പോഷർ ഉണ്ട്. ആ ഒരു സ്റ്റേജിൽ ഒരു നോർമൽ സർവേ പോലത്തെ ഒരു മെത്തേഡിലൂടെ ഇത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഒരുപാട് സമയം എടുക്കും. കാരണം ഒരു സർവേ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആൾക്കാരെ കണ്ടുപിടിക്കണം, സർവേ ക്വസ്റ്റ്യൻ ഇടണം. ക്വസ്റ്റ്യൻ ഇടാൻ തന്നെ നമുക്ക് അറിയണം എന്താ ചോദിക്കേണ്ടതെന്നുള്ളത്, റൈറ്റ്? അതറിയാത്തതുകൊണ്ടാണ് വി ആർ നോട്ട് ഏബിൾ ടു ബിൽഡ് ദ ന്യൂ പ്രൊഡക്റ്റ്, റൈറ്റ്? ആ ഒരു കേസിൽ വാട്ട് വി ഡു ഇസ് ദാറ്റ് നമ്മൾ ഇത്തരത്തിലുള്ള കസ്റ്റമർ ഫീഡ്ബാക്ക് ഡേറ്റ മുഴുവൻ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ബ്രാൻഡ്സിൻ്റെ അടുത്ത് പറയും ഈ ഏരിയസിലാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് വേണ്ടത്, ഈ ഏരിയസാണ് ഓപ്പറേഷനിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ആൻഡ് വി ഡു ഇറ്റ്. ഇതൊരു AI ഡ്രിവൺ മെഷീൻ ആയതുകൊണ്ട് ഇറ്റ് ഈസ് വെരി റാപ്പിഡ്. ഒരു അറ്റ് എ ടൈം ഒരു ബ്രാൻഡിന് വരുന്ന തൗസൻഡ്സ് ആൻഡ് യുനോ ലാക്സ് ഓഫ് കോൺവെർസേഷൻസ്, കസ്റ്റമർ ഫീഡ്ബാക്ക് ഡേറ്റ, ഇതെല്ലാം അക്യുമുലേറ്റ് ചെയ്തിട്ട് we tell them like, oh, these are the 5 areas you have to improve, or these are the 3 areas you have to focus on. That's what we do. Okay, അത് സ്റ്റാർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് വില്യൻസ് എത്തിയോ അല്ലെങ്കിൽ ഇറ്റ് ഹാഡ് സ്റ്റോൺ ടേൺ, റൈറ്റ്? അതൊന്നും ഷെയർ ചെയ്യാണെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും ആൾക്കാർക്ക്. ഒരിക്കലും ഒരു ഐഡിയ ആദ്യം തന്നെ തുടങ്ങുമ്പോൾ തന്നെ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ടേക്ക് ഓഫ്. അതിന്റെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ വി ആർ ഓൾസോ നോട്ട് ഫുള്ളി ക്ലിയർ ഇത് ഏതൊരു ഫോം ആൻഡ് ഷേപ്പിലാണ് കസ്റ്റമറിന് ആവശ്യം എന്നുള്ളത്. സോ ഐഡിയ ഇസ് ലൈക്ക് ഇങ്ങനത്തെ ഒരു ഇൻസൈറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റും. ഓക്കെ, ഇൻസൈറ്റ് തരാണെങ്കിൽ ആർക്കാണ് ഇത് ഉപയോഗം? ഓക്കെ, ബ്രാൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു, ബ്രാൻഡിൽ ആർക്ക്? അതൊരു മാർക്കറ്റിംഗ് ആൾക്കാണോ, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആൾക്കാണോ, അല്ലെങ്കിൽ ഒരു ഇൻസൈറ്റ് ആൾക്കാണോ? അത് ഫിഗർ ഔട്ട് ചെയ്യണം ആദ്യം, റൈറ്റ്? അതിന് തന്നെ വി ഹാവ് ടു ഗോ ആൻഡ് ടോക്ക് ടു ഓൾ ദീസ് പീപ്പിൾ ആൻഡ് ടെൽ ദം ലൈക്ക്, ദിസ് വാട്ട് വി ആർ ഓഫറിംഗ്. ഇത് നിങ്ങൾക്ക് ലൈക്ക് യൂസ്ഫുൾ ആവോ? യൂസ്ഫുൾ ആണെങ്കിൽ വിൽ യു ബി റെഡി ടു പേ? ഇഫ് യു റെഡി ടു പേ, വിൽ യു ബി റെഡി ടു പേ എക്സ് എമൗണ്ട്, റൈറ്റ്? ഈ ഒരു സൈക്കിളിലൂടെ ഇറ്ററേഷനിലൂടെ പോയി ലൈക്ക് ആക്ച്വലി വി ടുക്ക്, നമുക്ക് റിയലി ടു പുട്ട് ഡൗൺ ദിസ് ഇസ് വാട്ട് ആ പ്രോഡക്റ്റ് ഇസ്, വി ടുക്ക് 2 years. അതിന്റെ ന്യൂക്സ് ആൻഡ് കോർണേഴ്സും അല്ലെങ്കിൽ പാക്കേജ് ചെയ്യാനൊക്കെ ആയിട്ട് ആ 2 years ശേഷം നമ്മൾ വി റിയലി സ്റ്റാർട്ടഡ് സെല്ലിംഗ് ദ റൈറ്റ് വേ. 2 years ഫണ്ടിങ് ഉണ്ടായിരുന്നു ആ സമയത്ത്? യു ഹാഡ് ടു ബൂട്ട്സ്ട്രാപ്പ് ചെയ്യാനായിരുന്നു? എങ്ങനെയായിരുന്നു? ഹൗ ഡിഡ് യു സസ്റ്റെയിൻ യുവർസെൽഫ്? കഴിഞ്ഞ സ്റ്റാർട്ടപ്പ് എക്സിറ്റ് ആയതുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്കൊരു ചെറിയ എമൗണ്ട് ഓഫ് ഫണ്ടിങ് ഉണ്ടായിരുന്നു. ഓക്കെ, യുവർ ഓൺ സെൽഫ് ഫണ്ടിങ്? അല്ല, VC ഫണ്ടിങ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു വലിയൊരു എമൗണ്ട് ഒന്നല്ല, ഒരു ചെറിയൊരു എമൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് 2 years കഴിയുമ്പോഴാണ് പിന്നെ നമ്മൾ ഫസ്റ്റ് സീഡ് എടുക്കുന്നത്. സീഡ് കഴിഞ്ഞു പിന്നെ ഒരു 2021 നമ്മൾ വീണ്ടും അഗൈൻ another 2 years we took the next round. So far 4 million ഒരു മൊത്തം ഒരു 4.5 റീസെന്റ് ഇതുവരെ. ഓക്കെ, അപ്പോൾ പിന്നെ ഈ ഒരു ടീമിനെ ഇപ്പോ എക്സൈറ്റിംഗ് ആക്കണത് ഓഫീസില്ല, ആൻഡ് യു റൺ 100 members ടീം. അപ്പോൾ അതൊന്നും ഷെയർ ചെയ്യാൻ പറ്റും? വാട്ട് വാസ് ദിസ് കോൺഷ്യസ് ആയിരുന്നു അല്ലെങ്കിൽ അത് ഫോഴ്സ്ഡ് ആയിരുന്നു? സോ അതെന്ത് സംഭവിച്ചാല് കോവിഡിന്റെ സമയത്ത് കോവിഡ് ഹിറ്റ് ചെയ്യുമ്പം നമ്മുടെ ഒരു ടീം സൈസ് എന്ന് പറഞ്ഞ ഏകദേശം ഒരു 28 അങ്ങോട്ടാണ്. 25 to 28 അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ്. ബാംഗ്ലൂരിലായിരുന്നു ഞങ്ങളുടെ ഓഫീസ്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കേരളത്തിൽ തന്നെയാണ്, കൊച്ചിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞങ്ങൾ ബാംഗ്ലൂരിലാണ് മെയിനായിട്ട് എംപ്ലോയീസിനൊക്കെ ആദ്യം ഹയർ ചെയ്തത്. നമ്മളൊരു 28 ആൾക്കാരെ സമയത്താണ് ഈ കോവിഡ് ഹിറ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും വീട്ടിലേക്ക് പോയി. പിന്നെ ഒരു കോവിഡിൻ്റെ ഒരു സമയം കൺഫ്യൂഷൻസ്. പക്ഷെ ഒരു ഫസ്റ്റ് ലോക്ക്ഡൗൺ കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ബിസിനസ് സ്ലോലി പിക്ക് ബാക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമുക്ക് ഹയറിങ് വേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് ഹയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓൾ അക്രോസ് ദ കൺട്രി ഹയർ ചെയ്തു. നമുക്ക് ഇനീഷ്യലി ഒരു കൺസേൺ ഉണ്ടായിരുന്നു നമ്മുടെ ഈ മോഡ് ഓഫ് വർക്കിംഗ് ഇങ്ങനെ ഉണ്ടാവുന്നത്. പക്ഷേ നമ്മളൊരു 28 38 ആയി, പിന്നെ 48 ആയി, ഇങ്ങനെ സ്ലോലി ഇൻക്രീസ് ഓവർ. ഇപ്പം എത്ര വർഷമായി? ഇപ്പം 2-3 വർഷമായില്ലേ, 3 വർഷമായല്ലോ. നമുക്ക് കാര്യമായിട്ട് പ്രൊഡക്ടിവിറ്റി ലോസ് ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ. പക്ഷേ പ്രോബബ്ലി ലൈക്ക് വൺ തിങ് വിച്ച് വി ആർ മിസ്സിംഗ് ഇസ് ഒരു പേഴ്സണൽ കണക്ട് കുറച്ചുകൂടി ഉണ്ടെങ്കിൽ ബെനിഫിഷ്യൽ ആണെന്ന് തോന്നാറുണ്ട്. കാരണം നമ്മളിപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന ഈ ഓഫീസിലിരിക്കുന്നത്, ഇപ്പോൾ എല്ലാവരും ഇവിടെ വരികയാണ്, എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യാണ്, ഒരു കോഫിക്ക് പോവാണ്. അതിനൊരു ഡിഫറൻസ് ഉണ്ട്. ആ ഒരു നമ്മളൊരു റാപ്പോ ബിൽഡ് ചെയ്യുന്ന ഒരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും പ്രോബ്ലി ഒരു സ്ഥലത്ത് വരണം. എല്ലാവരും ഡെഫിനറ്റ്ലി ഒരു കോഴിക്കോടേക്ക് വരണമെന്നില്ല, എല്ലാവരും ഇവിടെ കൊണ്ടുവരാൻ പറ്റണമെന്നില്ല. പക്ഷേ പ്രോബ്ലി ആൾക്കാർ ബാംഗ്ലൂർ വരാം. ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈലിന് ക്വാളിറ്റി കുറയും.
അവർക്ക് രാവിലെ ട്രാഫിക്, ഈവനിങ് ട്രാഫിക്, ഒരുപാട് എക്സ്പെൻസ്, പേഴ്സണലി എല്ലാവർക്കും എക്സ്പെൻസ്. ഇപ്പം ഇതൊരു സിനാരിയോ ഒക്കെ ആണെങ്കിൽ നമ്മൾ വലിയൊരു വർക്ക് ഫോഴ്സ് കേരളത്തിൽ എൻഡ് ടു എൻഡ് ഉണ്ട് ഇൻ ദിയർ വില്ലേജസ്. ടയർ 2 ടയർ 3 അതിനേക്കാൾ താഴെയുള്ള സ്ഥലത്തുണ്ട്. നമ്മുടെ ചില എംപ്ലോയീസ് ഒക്കെ ഹിമാലയസിന്റെ താഴെയാണ്, എന്നിട്ട് അവർ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഒരു പോസ്റ്റ് ചെയ്യും. ലൈക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് റിയലി ഗ്രേറ്റ് ആണ്, അവർ ഹാപ്പിയാണ്. പ്രൊഡക്ടിവിറ്റിക്ക് നമുക്ക് ഹിറ്റ് ഒന്നുമില്ല. പ്രോബ്ലി ഈ ഒരു ഇൻ പേഴ്സൺ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി നന്നായി ഓഫീസ് ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മളൊരു എവറി 3 months ഓർ എവറി ഹാഫ് ഇയർ നമ്മളെല്ലാവരും കൂടെ ഒരു ഓഫ് സൈറ്റ് പോലെ പോകും. നമ്മളൊരു 3-4 വർഷം സ്പെൻഡ് ചെയ്യും, എല്ലാവരും ഒന്ന് കാണും. അപ്പൊ ഈ സൂമിലൊക്കെ കാണുമ്പോൾ നമ്മൾ കാണുന്ന ആൾക്കാരുടെ ഇതും മേ ബി റിയൽ ആയിട്ട് കാണുമ്പോൾ അവരുടെ ഹൈറ്റ് ഒക്കെ കൂടുതലായിരിക്കും, ലൈക്ക് കുറച്ച് തടിയൊക്കെ ഉണ്ടാവും. അതൊരു ഇൻട്രസ്റ്റിംഗ് ആണ് അവരായിട്ട് ഇൻ പേഴ്സൺ മനസ്സിലാക്കാനും. അവരുടെ ഒരു ആ ഒരു 3-4 days നമ്മൾ വർക്ക് ചെയ്യാറില്ല, നമ്മൾ വെറും വെക്കേഷൻ മാത്രം. ഞങ്ങൾ റിമോട്ടാണ്, 10 ആൾക്കാരുള്ളൂ. ബട്ട് ഇത് അല്ല, ഞാനും ഇവരെ കാണുന്നത് എല്ലാ 4 മാസം കൂടുമ്പോഴാണ്. ഒരു എയർബിൻബി ബുക്ക് ചെയ്യും, എന്നിട്ട് അടിച്ചു പൊളിക്കും. അതർവൈസ് ലൈക്ക് എല്ലാവരും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് പലയിടത്തൊക്കെ ആയിട്ടാണ്. ഇപ്പോ കേരളത്തിൽ മാത്രമാണോ യു ഹാവ് എംപ്ലോയീസ് ഓർ ഔട്ട്സൈഡ് ഇന്ത്യ ഉണ്ടോ? നമുക്ക് ദുബായിലുണ്ട് എംപ്ലോയീസ്. നമ്മൾ US ഹയർ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഇപ്പൊ റീസെന്റ് US മൂവ് ചെയ്യാനുള്ളൊരു. സോ വാട്ട് വാസ് ദാറ്റ് ഡിസിഷൻ? Why was that decision as well? So 2 കാരണങ്ങളാണ്. ഒന്ന്, നമ്മുടെ സെയിൽസ് കുറച്ചുകൂടി ഒരു എന്റർപ്രൈസ് സെയിൽസ് ആണ്. എന്റർപ്രൈസ് സെയിൽസ് ഇത് കാണുന്ന ആൾക്കാർക്ക് സോ നോർമലി ഒരു സെൽഫ് സർവ്, ഒരു SME ഓറിയന്റഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് ഒരു ഇൻബൗണ്ട് സെയിൽസ് മോഷനിൽ സെൽ ചെയ്തെടുക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഒരു എന്റർപ്രൈസ് ആണെങ്കിൽ അങ്ങനെയല്ല. ഒരു എന്റർപ്രൈസിൽ ഒരു പ്രൊഡക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെന്റ് ആണ്. ഒന്ന് വെച്ചാൽ അത് അവരാദ്യം ഇതിനെപ്പറ്റി അറിയും, അറിഞ്ഞതിന് ശേഷം അവർക്കൊരു ക്ലാരിറ്റി ഓഫ് ഇതെന്താണ് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി. അവരുടെ യൂസ് കേസും ഭയങ്കര ഡീപ്പായിരിക്കും. ജസ്റ്റ് ഒരു പോയിന്റ് ഓഫ് ടാസ്കിനല്ല അവർ വരുന്നുണ്ടാവുക. ലൈക്ക് ഒരു ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഷുഡ് ഐ ഡു ആസ് എ ബ്രാൻഡ് നെക്സ്റ്റ്. അപ്പൊ അതാകുമ്പം മാർക്കറ്റിംഗിൽ എന്താണ് ഇമ്പാക്ട്, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ എന്താണ് ഇമ്പാക്ട്, ഇങ്ങനെ പല ഒരു ഇറ്റ്സ് എ കോംപ്ലക്സ് ഓർ എ വൈഡ് ഓഫറിംഗ് ദേ ആർ ലുക്കിംഗ് ഫോർ. അങ്ങനെ നോക്കുമ്പം അവർക്കത് മനസ്സിലാവണം. ഒരാൾക്ക് മാത്രം മനസ്സിലാക്കിയാൽ പോരാ, അവിടുത്തെ എല്ലാ സ്റ്റേക്ക് ഹോൾഡറും മനസ്സിലാവണം. എന്നിട്ട് അവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യണം, എന്നിട്ട് അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. ഇതാണ് ഒരു പ്രോസസ്. ഇല്ലെങ്കിൽ വേറെ പ്രോസസ് എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി ഒരു RFQ റേസ് ചെയ്തിട്ടുണ്ടാവും. റിക്വസ്റ്റ് ഫോർ കോഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ RFP റേസ് ചെയ്തിട്ടുണ്ടാവും. അത് ആ RFPക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. അപ്പൊ അവരൊരു സെറ്റ് പ്രോസസ്സാണ്. അവർ കുറെ വെൻഡേഴ്സിനെ സെലക്ട് ചെയ്യും, കുറെ വെൻഡേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യും, എല്ലാ ക്രൈറ്റീരിയയും മാച്ച് ചെയ്യണ്ടോ നോക്കും, എന്നിട്ട് ദേ മേക്ക് എ സെയിൽ. അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ ഈ കസ്റ്റമേഴ്സിനെ അറിയാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അവരെന്താണ് നോക്കുന്നത്, അവരുടെ കീ കൺസേൺസ് എന്തൊക്കെയാണ്, അവരുടെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ്. ഈ സാധാ സോഫ്റ്റ്വെയറും ഈ എന്റർപ്രൈസ് സോഫ്റ്റ്വെയറും അപ്പൊ ഇതിന്റെ ഈ പേയ്മെന്റ്സ് ഇയർലി ആയിരിക്കും അല്ലെങ്കിൽ മന്ത്ലി ആണോ? ഇതിന്റെ റേഞ്ച് എത്രയാണ്? സോ ദാറ്റ് ഇത് ഇത്ര വരുന്ന റേഞ്ച് എന്റർപ്രൈസ് ആണ്, ഇത്ര വരുന്നത് SME ആണ്, അങ്ങനെ പറയാം. സോ ജനറലി ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു $10,000-15,000 ലെസർ എപ്പോഴും ഒരു ഇൻസൈഡ് സെയിൽസ് അല്ലെങ്കിൽ റിമോട്ട് സെയിൽസ് വെച്ച് $10,000 to $15,000 per year നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്നതാണ്. വിത്തൗട്ട് എന്റർപ്രൈസ് കൈൻഡ് ഓഫ് മോഷൻ ഇല്ലാതെ നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്നതാണ്. ജനറൽ ഒരു ഇൻസൈഡ് സെയിൽസ് വെച്ചിട്ട് ഇന്ത്യയിൽ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിമോട്ട് ആയിട്ട് ബേസ്ഡ് ആയിട്ടുള്ള സെയിൽസ് വെച്ചിട്ട്. അത് നമുക്ക് അതിനേക്കാൾ കൂടുതൽ പോകുമ്പോൾ $20,000 ബിയോണ്ട് ആകുമ്പോൾ ഇറ്റ്സ് ബെറ്റർ വി ഡു എ outbound or a sales motion driven kind of sales. ഇങ്ങനെ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ റിമോട്ട് ചെയ്തിട്ടില്ല എന്നല്ല. ഫോർ എക്സാമ്പിൾ HubSpot ഒരുപക്ഷെ ആൾക്കാർ ഇറ്റ്സ് എ ഗ്രേറ്റ് ഇൻബൗണ്ട് കൈൻഡ് ഓഫ് എ മോഷൻ, ബട്ട് ജനറലി റൈറ്റ് ഇഫ് ഇറ്റ് ഇസ് ബിയോണ്ട് ലൈക്ക് $15,000-20,000 ARR or a ACV റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ലൈക്ക് സെയിൽസ് മോഷൻ വിൽ ഹെൽപ്പ് യു ടു മേക്ക് സെയിൽസ് ബെറ്റർ. അപ്പോൾ ഇപ്പൊ നിങ്ങളുടെ ഒരു എക്സാമ്പിൾ ക്രൂ ട്രാക്കിന് ഉള്ള എന്താ പറയുക, എത്ര മാസം എടുക്കും to convert a cold lead to actual? So നമ്മുടെ ഒരു സെയിൽസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ 16 weeks എടുക്കും. 16 weeks in terms of months? 4 മാസം എടുക്കും. ഒരാള് വന്നിട്ട് 4 മാസം കഴിഞ്ഞിട്ടാണ് ആള് പേ ചെയ്യുന്നല്ല. സോ ആദ്യം ആൾ അവെയർ ആവും, പിന്നെ ആൾ ഡെമോ എടുക്കും, പിന്നെ ആൾ ട്രൈ ഔട്ട് ചെയ്യും, പിന്നെ ആൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കൊണ്ടുവരും, പിന്നെ അവരൊക്കെ ഇതിനെപ്പറ്റി അറിയും, പിന്നെ അവരൊന്ന് ജസ്റ്റ് അഗൈൻ ദേ വിൽ ട്രൈ ഔട്ട്, പിന്നെ അവർ കോമ്പറ്റീഷൻ പല കാര്യങ്ങൾ അവർ കമ്പയർ ചെയ്യും, then they take a call. അപ്പോൾ ഇതൊക്കെ കൂടി ഒരു 4 months എടുക്കും. 4 months. ഓക്കെ. അപ്പോൾ ഈ ഒരു 4 monthsലേക്ക് എന്താ പറയാ, ഇത് എനിക്ക് ന്യൂ കൺസെപ്റ്റ് ആണ്. സോ ഐ ആം ജസ്റ്റ് ഓൾസോ ന്യൂ ടു ദിസ്. അപ്പോൾ ഇതില്
ലീഡ്സിനെ കൊണ്ടുവരുന്ന സ്റ്റെപ്പ് എടുത്ത് തുടങ്ങാം. അതെ. ഓക്കെ, അപ്പൊ അതെങ്ങനെ കണ്ടെത്തുന്നു? ഇപ്പൊ ലീഡ്സ് പറഞ്ഞാൽ രണ്ട് രീതിയിൽ ലീഡ്സ് വരാം. ഒന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻബൗണ്ട്, അത് നോർമൽ SME സാസിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ പറ്റി ഇവർ എവിടെ നിന്നെങ്കിലും വെച്ച് അറിയും. ഇതിപ്പോൾ ഒരു ലിങ്ക്ഡിൻ കോണ്ടന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർക്കറ്റ് പ്ലേസ് ആയിരിക്കാം. നമ്മളിപ്പോൾ മാർക്കറ്റ് പ്ലേസ് ഇല്ല, ചില മാർക്കറ്റ് പ്ലേസിൽ അഷ്യൂർ പോലത്തെ അല്ലെങ്കിൽ ഗൂഗിൾ പോലത്തെ മാർക്കറ്റ് പ്ലേസുകളുണ്ട്. ഇങ്ങനത്തെ പ്ലേസിന് ഇവർ അവെയർ ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് കോണ്ടന്റ് ഉണ്ടാവാം. കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ബ്ലോഗ്സ്, പോഡ്കാസ്റ്റ്, നമ്മളൊരു പോഡ്കാസ്റ്റ് ഫോർ എക്സാമ്പിൾ മന്ത്ലി ചെയ്യുന്ന, അപ്പോൾ ഇവിടുന്ന് ഇവർ അറിയും, കസ്റ്റമേഴ്സ് അറിയും, ദെൻ ദേ കം ടു അവർ വെബ്സൈറ്റ്. എന്നിട്ട് അവർ വെബ്സൈറ്റ് ദേ ഗോ ത്രൂ ദ വെബ്സൈറ്റ്, ദെൻ ദേ ഫീൽ ലൈക്ക് ഓക്കെ ഇതിനെപ്പറ്റി കുറച്ചുകൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ദെൻ ദേ റിക്വസ്റ്റ് ഫോർ എ ഡെമോ. ആ ഡെമോ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ our inside sales will go and take a demo and then see how they are progressing. That's one way. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് വല്ല ഡിപെൻഡ് ചെയ്യും. ഒരു വളരെ ഇന്ത്യ പോലത്തെ മാർക്കറ്റ് ആണെങ്കിൽ ഇൻബൗണ്ട്സ് ഭയങ്കര കൂടുതലായിരിക്കും. അതേസമയത്ത് US പോലെ മാർക്കറ്റിൽ വേർ എ ലോട്ട് ഓഫ് കണ്ടന്റ് ഇസ് ബീങ് ടാർഗറ്റഡ് ഫോർ ദീസ് പീപ്പിൾ, റിലേറ്റീവ്ലി റൈറ്റ് എക്സ്പെൻസ് ഫോർ ദാറ്റ് ഇൻബൗണ്ട് വിൽ ബി സ്ലൈറ്റ്ലി ഹയർ. അപ്പോൾ ഇതാണ് ഒരു മോഡ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ബൗണ്ട്, ഒരു ABM, അക്കൗണ്ട് ബേസ്ഡ് മാർക്കറ്റിംഗ് മോഡൽ. നമുക്കറിയാം ഈ കമ്പനീസിനൊക്കെ ഐഡിയലാണ് നമ്മുടെ സൊല്യൂഷൻ. നമ്മൾ ആ കമ്പനീസിലുള്ള റൈറ്റ് ഡെസിഗ്നേഷൻസ്, നമ്മുടെ പ്രൊഡക്റ്റ് യൂസ്ഫുൾ ആവുന്ന ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ടാക്കും. വി ഫൈൻഡ് ഔട്ട് ദ പീപ്പിൾ ആൻഡ് ദെൻ വി റീച്ച് ഔട്ട് ഡയറക്ട്ലി with a very brief kind of a liner about what we do, and out of that a certain kind of people will come to us. So idile thanne when we go and say we don't try to sell the first day, we try to provide data and information which will be useful for them, our daily activities, from what product can give and so on, and then they get interested and then they ask for a demo. So ഇങ്ങനത്തെ രണ്ട് മോഷൻസ് ആണല്ലോ. ഇതിൽ ഇൻബൗണ്ടിൽ ഈ പറഞ്ഞ സെയിൽസ് പ്രോസസ് കുറവായിരിക്കും, അല്ലെങ്കിൽ രണ്ടും മോർ ഓർ ലെസ് സെയിം? സോ ഈ രണ്ട് പ്രോസസ്സിലും ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓഫ് ദ ഫണൽ ഒരു ഇൻട്രസ്റ്റഡ് ലീഡിനെ ഐഡന്റിഫൈ എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ആ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ പ്രോസസ് ഇസ് ഓൾമോസ്റ്റ് ദ സെയിം. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ സ്റ്റെപ്സും ലൈക്ക് ഡെമോ, പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് ചെയ്യണമെങ്കിൽ ദാറ്റ് വൺ, സ്റ്റേക്ക് ഹോൾഡർ അലൈൻമെന്റ് ഓർ സ്റ്റേക്ക് ഹോൾഡർ ഡെമോസ്, എടുക്കും. ബട്ട് ഇനീഷ്യൽ ആ ഒരു ലീഡ് വരുന്നത് ഇൻബൗണ്ടും ഓർ ഔട്ട്ബൗണ്ട് ത്രൂ വരും. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി വർക്കിംഗ് സ്ട്രാറ്റജി വിൽ ബി ഔട്ട്ബൗണ്ട്, കറക്റ്റ്? So there is one more model which I missed to tell. One is inbound, outbound, and the third one is also an outbound model. It is a partnership led model. Referral is a minor way to put it. Partnership എന്ന് പറഞ്ഞാൽ there will be certain people who will be selling to the same set of crowd. ഈ സെയിം ആൾക്കാരുടെ സെല് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടാവും. അതൊരു പക്ഷേ ഇപ്പൊ ഞങ്ങളുടെ കേസിലാണെങ്കിൽ കൺസൾട്ടിങ് കമ്പനീസ്, ഇല്ലെങ്കിൽ പ്ലാറ്റ്ഫോം അഡ്വൈസേഴ്സ്, അല്ലെങ്കിൽ ടെക്നോളജി പ്ലാറ്റ്ഫോം അഡ്വൈസേഴ്സ്, ഇങ്ങനത്തെ കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും. അവർ ഈ എന്റർപ്രൈസിൻ്റെ അടുത്ത് പോയി അഡ്വൈസ് ചെയ്യും, അല്ലെങ്കിൽ അവർ ഓൾറെഡി സെല്ലിംഗ് ആണ് സർട്ടൻ കൈൻഡ് ഓഫ് പ്രൊഡക്ട്സ്, സെയിം സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ്. അവരുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ചാനൽ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യും. അപ്പം അവർ ഒരു ഓഫറിംഗ് സെല് ചെയ്യുമ്പം കൂടെ പറയും ഓക്കെ ഇതും അലൈൻഡ് ആയിട്ടുണ്ട്, വുഡ് യു ലൈക്ക് ടു ടേക്ക് ഇറ്റ്. സോ വി ഡു 3 of them. ഇൻഫാക്ട് റൈറ്റ് നൗ at this stage, right, our 40% comes from the channel. 40% comes from channel. Yeah, and the rest would be almost like half, like outbound and inbound. ഈ ചാനൽ പാർട്ട്നേഴ്സ് എവിടെയാണ് ബേസ്ഡ് ആയിട്ടുള്ളത്? അത് it depends upon the region we are going after. From we have got channel partners in Middle East, Southeast Asia, US and so on. Okay. Maybe ഒരു ഏജൻസീസ് ഒക്കെ ആയിരിക്കാം who will be directly working. ഏജൻസീസ് ആവാം. അവർക്ക് ഒരു അവരുടെ ക്ലയന്റ്സിന് ഓഫർ ചെയ്യാൻ എക്സ്ട്രാ ഓഫറിംഗ് പോലെ നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം, and they can upsell on അവരുടെ ബിഹാഫ് പോലെ വൈറ്റ് ലേബിൾ ചെയ്ത് സെൽ ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഉള്ളത് ചിലപ്പോൾ ഇന്ത്യയിലായിരിക്കില്ല, വിൽ ബി ഇൻ സം അതർ മാർക്കറ്റ്, മേ ബി ഇൻ US, മേ ബി ഇൻ സിംഗപ്പൂർ, മേ ബി ഇൻ വേറെ ജോഗ്രഫി ആയിരിക്കാം. അപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ടാണ് നമ്മൾ കമ്പനി നടത്തുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സെല്ലിംഗ് ചിലപ്പോൾ നടക്കുന്നില്ല. അപ്പോൾ ഹൗ ഡു യു വ്യൂ ദാറ്റ്? അല്ലെങ്കിൽ ഈ പറഞ്ഞ what is your thoughts on someone is building a tool in Kerala but the customer is in outside India, outside different countries? അതെങ്ങനെ ക്രാക്ക് ചെയ്യുന്നതാണ് യു ഫിഗർഡ് ഔട്ട് ഫോർ യുവർ സെൽഫ്? എനിക്ക് ഇനീഷ്യലി ഞാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ let me build from here for customers outside. That's a great concept. പക്ഷേ in reality നമുക്കൊരു റൈറ്റ് പ്രോഡക്റ്റ് ഫാസ്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ബി നിയർ ദ കസ്റ്റമർ. അപ്പോൾ നമ്മൾ ആ ഒരു എഫേർട്ട് എടുത്തിട്ട് നമ്മൾ US പോയിരിക്കുന്നു, കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് റെഗുലർ ആയിട്ട് സംസാരിക്കുന്നു, നമുക്ക് കുറേ റെവലേഷൻസ് ഉണ്ടാവും. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു തോട്ട് ഉണ്ടാകുന്ന വെച്ചാൽ a lot of things they are advanced than us. അങ്ങനെയൊന്നുമില്ല. We are equal or maybe much better than what is out there. We are not getting exposure, that's all. നമ്മൾ അവിടെ പോകുമ്പോൾ when we talk, when we realize that നമ്മൾ വളരെ ചെറുതാണെന്ന് വിചാരിക്കുന്ന പ്രയോറിറ്റീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ്
ഇതൊക്കെ ദാറ്റ് മൈറ്റ് ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഔട്ട് ഹിയർ. ആ ഒരു റിലേഷൻ നമ്മൾ അവിടെ ഇരുന്നിട്ട് ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മളൊരു സൂമിൽ ഇരുന്നിട്ട് സംസാരിക്കുമ്പോൾ വരില്ല. നമ്മളൊരു കോഫി അല്ലെങ്കിൽ ഒരു ഇവന്റിൽ പോയി സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഭയങ്കര റിയലൈസേഷൻ ആയിരിക്കും. അതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ആണ്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇനീഷ്യൽ സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ്, നമ്മൾ അവരുടെ അടുത്ത് ക്ലോസ് ആയിട്ടിരിക്കുമ്പം കുറേ പുതിയ ഐഡിയാസ് വരും, കുറേ പുതിയ ഡയറക്ഷൻസിൽ പോകും. ആ ഡയറക്ഷൻസ് നമുക്ക് ഇവിടെ നിന്ന് പലപ്പോഴും കിട്ടണമെന്നില്ല. പിന്നെ അതേപോലെ GTM ഓപ്പർച്യൂണിറ്റി, ഗോ ടു മാർക്കറ്റ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ കസ്റ്റമറിന് സെല് ചെയ്യുകയാണെങ്കിൽ ഈ കസ്റ്റമർ ഇവിടെയൊക്കെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കസ്റ്റമേഴ്സിന്റെ ഇൻട്രസ്റ്റഡ് ഏരിയാസ് ഇതൊക്കെയാണ്. സോ ദാറ്റ് വിൽ ഓപ്പൺ അപ്പ് എ ലോട്ട് ഓഫ് GTM ഓപ്പർച്യൂണിറ്റീസ് ആസ് വെൽ. അപ്പം ആക്ച്വലി ഇത് ഫസ്റ്റ് ടൈം ഞാൻ US പോകുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഒരു പ്ലാനുമായിട്ട് വന്നു. അവരുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ US പോവുകയാണെങ്കിൽ 90% ഓഫ് ദ ഫ്ലൈറ്റ് ടിക്കറ്റ് ദേ വിൽ ടേക്ക്. ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അത് ഞാൻ വെച്ചോ ഇത് കൊള്ളാം. എന്നിട്ട് അത് ജസ്റ്റ് ലെവറേജ് ചെയ്തിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. ഒരു ഇവന്റിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്നിട്ട് ഞാൻ ആ ഒരു സമയത്ത് എനിക്ക് വന്നൊരു എന്തായാലും ബിസിനസ് വിസിക്കാണ് പോകുന്നത്. ഞാനൊരു 2.5 മാസം അവിടെ സ്പെൻഡ് ചെയ്തു. അതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ലൈക്ക് ഇങ്ങനത്തെ കുറെ ആൾക്കാർ സംസാരിക്കാൻ, നമ്മൾ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയും കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. കുറെ കാര്യങ്ങൾ നമ്മൾ അത്രയും അഡ്വാൻസ് അല്ല ചെയ്യുന്നത്. അപ്പം ഈ ഒരു റിയലൈസേഷൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പം മാർക്കറ്റുമായിട്ട് ക്ലോസ് ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ദെൻ വി ടോക്ക് ദിയർ ലാംഗ്വേജ്. അത് പലപ്പോഴും നമുക്ക് ഇവിടുന്ന് കിട്ടില്ല. ഇവിടെ നമ്മൾ ആൾക്കാർ ക്രിക്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ വേറെ സ്പോർട്സ് ഒക്കെ ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള ലാംഗ്വേജും പിന്നെ ഡൊമൈൻ ലാംഗ്വേജും, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡൊമൈൻ ലാംഗ്വേജും. അപ്പം ഈ ഒരു ഫാക്ടർ ഒരുപക്ഷെ എല്ലാ പ്രൊഡക്റ്റിനും അപ്ലിക്കബിൾ ആണെന്നില്ല, പക്ഷെ മെജോറിറ്റി ഓഫ് പ്രൊഡക്റ്റിന് അപ്ലിക്കബിൾ ആയിരിക്കും. നമ്മളൊരു വെർട്ടിക്കലിന്റെ ബാക്കിൽ പോവാണ്, ഒരു ഇൻഷുറൻസിന് വേണ്ടി എന്തെങ്കിലും ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ ഹെൽത്ത് കെയറിന് വേണ്ടി ബിൽഡ് ചെയ്യണം. ആ ഒരു കേസിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആ ഒരു ഏരിയയിൽ നമുക്ക് കുറെ പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് തിങ്ക് ചെയ്യുന്ന ഐഡിയാസ് ഒരുപക്ഷെ നെയ്വായിരിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കും ഇതാണ് ബെസ്റ്റ് ഐഡിയ എന്നുള്ള രീതിയിൽ അതിന്റെ പിന്നാലെ പോകും. മേ ബി വി ഡോണ്ട് ഹാവ് ടു ബിൽഡ് ദാറ്റ് കോംപ്ലക്സ്. മേ ബി ജസ്റ്റ് ഹാവ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ എ ബിറ്റ് ആൻഡ് വി ക്യാൻ ബിൽഡ് സംതിങ് മോർ പവർഫുൾ. ബേസിക്കലി ബി വേർ യുവർ കസ്റ്റമേഴ്സ് ആർ. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവല്ലോ. നമ്മൾ കേരളത്തിലാണ്, അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി മൂവ് ചെയ്യണോ ഒരു ലൊക്കേഷനിലേക്ക്, ഓർ കുറച്ച് മാസം അവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു വരാം, വിച്ച് ഹാസ് വർക്ക് ഫോർ യു ആൻഡ് now you are shifting as well to New York, right? അപ്പോൾ അതിനുള്ള ഒരു റീസണിങ് ഐ എം ജസ്റ്റ് ട്രൈയിങ് ടു അണ്ടർസ്റ്റാൻഡ്. സോ ആദ്യം ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ ഞാനും എന്റെ കോഫൗണ്ടറും ടേൺസ് എടുക്കുകയായിരുന്നു. ഞാൻ അത് 2-3 മാസം പോകും, പിന്നെ പുള്ളി 2-3 മാസം പോകും. ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ദെൻ വി ടുക്ക് എ കോൾ, നമുക്ക് ലോങ്ങർ ആയിട്ട് മൂവ് ചെയ്യണം എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു ചോയ്സ് തരികയാണെങ്കിൽ ഞാൻ ആദ്യം പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ പോയി ടൈം സ്പെൻഡ് ചെയ്യും. ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇത് കണ്ടുപിടിക്കാൻ ശ്രമിക്കില്ല. എന്നിട്ട് ആ ഒരു ഇനീഷ്യൽ കസ്റ്റമർ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്യാൻ നോക്കും. ഇത് എന്റർപ്രൈസിന്റെ കേസിൽ ഡെഫിനറ്റ്ലി ലോട്ട് വാല്യൂബിൾ. SMEന്റെ കേസിൽ മേ ബി ഇറ്റ് മൈറ്റ് ബി ലെസർ. നമ്മളൊരു $10, $20 പ്രൊഡക്ട്സ് ആണെങ്കിൽ പെർ മന്ത് ആണെങ്കിൽ അത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് എനിക്കല്ല. പക്ഷേ എന്റർപ്രൈസിന്റെ കേസിൽ ഇറ്റ്സ് റിയലി വാല്യൂബിൾ. ഈ ഒരു എന്റർപ്രൈസിന്റെ കേസിൽ എന്താണ് ഞാൻ സ്ട്രെസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ടെക്കീസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് സർവീസ് ഇൻഡസ്ട്രിയിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്കൊരു പ്രൊജക്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വി ഡു എ ഗ്രേറ്റ് ജോബ്. അങ്ങനത്തെ സർവീസ് ഇൻഡസ്ട്രീസിലെ ടെക്കീസിന് ഈ ഒരു എക്സ്പോഷർ ഭയങ്കര വാല്യൂബിൾ ആയിരിക്കും. സോ ഒരു സർവീസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത ഒരാൾക്ക് ഒരു എന്റർപ്രൈസ് പ്രോഡക്ട്സ്, ഒരു സാസ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എന്റർപ്രൈസ് കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള സപ്പോർട്ട് വരുന്നത്, കസ്റ്റമേഴ്സായിട്ടുള്ള ടോക്ക്, അതിനകത്തുള്ള ബ്യൂറോക്രസീസ് ഇൻവോൾവ് വിത്ത് കസ്റ്റമർ, ഇതൊക്കെ ഒരു സർവീസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത ആൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവും. കാരണം സർവീസ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെയായിരിക്കും റിക്വയർമെന്റ് വരുന്നത്, അവരുടെ ആക്ടേഴ്സിന് അവർക്കറിയാം. അപ്പം സർവീസ് ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള ടെക്കീസ് അവർ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുമ്പം മിക്കവാറും എന്റർപ്രൈസ് പ്രൊഡക്ട്സ് ആയിരിക്കും അവർക്ക് കുറച്ചുകൂടി ഫിറ്റിംഗ്. ഇങ്ങനത്തെ ആൾക്കാർ അവർ മാർക്കറ്റിൽ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു എന്നിട്ട് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബിൽഡ് മച്ച് മോർ റെലവൻസ്. സാധാരണ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ടായത് സർവീസ് കമ്പനിയിൽ വർക്ക് ചെയ്ത ആൾക്കാർ നോട്ട് ഫിറ്റ് ഫോർ ദ പ്രൊഡക്റ്റ് കമ്പനി. പക്ഷേ ഐ തിങ്ക് ദ ലേണിംഗ് യു ആർ സെയിങ് സർവീസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത ആൾക്കാർ ഈസ് ഗുഡ് ഫോർ ദ enterprise SaaS. Absolutely right. That's a good learning. അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് പെർസ്പെക്റ്റീവും കൂടെയാണ്. കാരണം എല്ലാവരും പറയുമോ സർവീസ് ആണെങ്കിൽ സ്കെയിൽ ചെയ്യില്ല, അങ്ങനെയല്ല. ഇത് ഞാനും കുറെ കാലത്തിന് ശേഷമാണ് കണ്ടുപിടിച്ചത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്. വിവോ എന്നൊക്കെ പറയുന്ന കമ്പനീസ് ഉണ്ട്. അറ്റ് വൺ പോയിന്റ് ഇൻ ടൈം അവരുടെ സർവീസ്
side of the business was like, I think 80%. Now they have reduced it. ഓക്കെ It's a CRM for pharma companies. അപ്പൊ പിന്നുള്ള എനിക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ ഡെവലപ്പേഴ്സ് ആണ്, കുറെ നല്ല നല്ല ടാലൻസ് ഉണ്ട് ഹൂ നോ ഹൗ ടു കോഡ്. ഇപ്പോൾ ഈവൻ ഇഫ് യു ലുക്ക് ഇൻ ബാംഗ്ലൂർ ആണെങ്കിലും ഡിസൈനേഴ്സ് കുറെ ഒക്കെ മലയാളികൾ തന്നെയാണ്. സോ വി ആർ ഗുഡ് അറ്റ് സർട്ടൻ തിങ്സ്, ബട്ട് വി ആർ നോട്ട്, ജനറലി ഫീൽ വി ആർ നോട്ട് ഗുഡ് അറ്റ് സെയിൽസ്. ഇപ്പൊ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി വിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിൽ സ്ട്രഗിൾ. ഇപ്പൊ കുറെ കമ്പനീസ് ആണെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടാക്കും, കുറെ മാസങ്ങളോളം സ്പെൻഡ് ചെയ്തിട്ട്, പക്ഷേ സെല് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ വിൽ ബി അൺഎബിൾ ടു ഫൈൻഡ് ടാലൻസ് ഹു ആർ ഏബിൾ ടു സെൽ. ഇഫ് ദ ഫൗണ്ടർ ഇസ് ഓൾസോ നോട്ട് എക്വിപ്ഡ് ഇൻ എ സെയിൽസ് ആയിരിക്കില്ല. So how do we bridge that gap, and observation you have seen as well? Maybe personally some things have worked for you. So you could share your thoughts on that. ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ല ഇൻട്രസ്റ്റിംഗ് പോസിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ, പണ്ട് സെയിൽസ് കുറെ ആർട്ടായിരുന്നു, പക്ഷേ സാസിന്റെ കേസിൽ സെയിൽസ് ഇസ് മോർ ഓഫ് എ സയൻസ്. Science. Okay. അപ്പം ഇഫ് യു ആർ എക്സ്പോസ് ടു പീപ്പിൾ ഹു ആർ സെല്ലിംഗ് ഇറ്റ് ദ റൈറ്റ് വേ, ദാറ്റ് ഇറ്റ് സെൽഫ് വിൽ ടേക്ക് അസ് ടു എ ലോങ് വേ. നമ്മൾ ഒരുപാട് മുന്നോട്ടേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഈ കമ്പനി ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പം, ലൈക്ക് ഞങ്ങൾക്ക് ഇതിന്റെ സെയിൽസ് റിയലി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴും റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നില്ല ഓക്കെ വി ഹാവ് ഫിഗർഡ് ഔട്ട് എവറിത്തിങ്, പക്ഷെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ മനസ്സിലാക്കി ഇത്ര വളരെ ക്ലിയർ ആയ മെത്തേഡ്സ് ഉണ്ട്. ചലഞ്ചർ മെത്തേഡ് അല്ലെങ്കിൽ സാൻഡലർ മെത്തേഡ്, ഇങ്ങനെയൊക്കെ മെത്തേഡ്സ് ഉണ്ട്, ട്രെയിനിങ്സ് ഉണ്ട്, ആൻഡ് ദർ ഇസ് എ സയന്റിഫിക് വേ ഓഫ് ഡൂയിങ് ഇറ്റ്. ഈ ഒരു മെത്തേഡിൽ നമ്മൾ എക്സ്പോസ് ചെയ്യാൻ തന്നെ നമുക്ക് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് കിട്ടും. ഡെഫിനറ്റ്ലി ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ഒരാളുടെ കാലിബറും ദ വേ ദ പോസിറ്റീവ്ലി ഹി ടോക്സ്, ഈ ഒരു സെയിൽസി ആയിട്ടുള്ള ഡിസ്കഷൻ, ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടി ഇത് ചെയ്യുന്ന ആൾക്കാരോട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ തന്നെ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെയിം ആസ്പെക്ട്, സെയിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഗുഡാണ്, നമ്മൾ സെല് ചെയ്യുന്നില്ല. ഇത് തന്നെയായിരുന്നു ചെന്നൈയിലെ ഡെവലപ്പേഴ്സിനെ പറ്റി എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ സാസ് സെല് ചെയ്യുന്നതിൽ ഒരു വെരി എഫക്റ്റീവ് സെറ്റ് ഓഫ് പീപ്പിൾ ആർ ഫ്രം ചെന്നൈ. അതൊരു ഫ്രഷ് വർക്ക്സ് അല്ലെങ്കിൽ സോഹോയിൽ നിന്ന് വന്നാണ്. സോ ആ ഒരു സെയിം സംഭവം കേരളത്തിലേക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ആ ഒരു സയൻസ് ഫിഗർ ഔട്ട് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ആ ഒരു സയൻസ് നമ്മൾ പഠിച്ചിട്ട് അത് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് നമുക്ക് പെട്ടെന്ന് ഫിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കൾച്ചറലി ഈ ഇപ്പോ സെയിൽസ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് പ്രോഫിറ്റബിൾ കരിയർ, നല്ലൊരു കരിയർ പാത്ത് അല്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ബട്ട് യു തിങ്ക് ഇറ്റ്സ് അതർവൈസ് ഇപ്പൊ സെയിൽസ് തന്നെ ചെയ്യുകയാണെങ്കിൽ കമ്മീഷൻ പലതും കിട്ടുമല്ലോ. ആ ഒരു കരിയർ പാത്ത് ജേർണി എന്ന് പറയാൻ പറ്റും. ഇഫ് യു ആർ ഇൻ ടു സെയിൽസ്, ഇഫ് യു നോ ഹൗ ടു സെൽ, ജനറലി പീപ്പിൾ ആർ റിയലി ഗുഡ് അറ്റ് സെല്ലിംഗ്. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ഈ ടെക്സ്റ്റൈലിനുള്ള ഒരു കരിയറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു? സോ ടെക്സ്റ്റൈൽസ് തന്നെ വളരെ മോണിറ്ററിലി ഭയങ്കര ബെനിഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു കരിയറാണ്. ആസ് ലോങ് ആസ് യു ഡു ഇറ്റ് ദ റൈറ്റ് വേ. സോ അതിപ്പോ ഏതൊരു കരിയറിനുണ്ടല്ലോ, ഒരു എഞ്ചിനീയർ ആയിട്ട് ഒരു നോർമൽ ആയിട്ട് എഞ്ചിനീയർ ആണ്. പക്ഷെ ഇവിടെ കുറെ ആൾക്കാർക്ക് റിയലൈസ് ചെയ്യുന്നില്ല ഈ സെയിൽസ് ടെക്സ്റ്റൈൽസിൽ കമ്മീഷൻ അങ്ങനെ എന്തോ മോഡൽ. അപ്പൊ അതൊന്നും ഷെയർ ചെയ്യാൻ പറ്റും? സോ എല്ലാ സെയിൽസിനകത്തും അവരുടെ കോമ്പൻസേഷൻ വിൽ ബി സ്പ്ലിറ്റ് ഇൻ ടു ബേസ് ആസ് വെൽ ആസ് കമ്മീഷൻ. ജനറലി ഒരു സ്റ്റാർട്ടപ്പിന്റെ ഗ്രോത്ത് സ്റ്റേജിലാകുമ്പോൾ ഈ കമ്മീഷൻ വിൽ ബി ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ റവന്യൂ ഹി ബ്രിങ്സ് ഇൻ. ഒരു പെർസെന്റേജ് ആയിരിക്കും എപ്പോഴും. അത് പല കമ്പനീസിലും ഇപ്പം ക്ലൂട്രാക്ക് പോലത്തെ ഒരു കമ്പനി അതിന് ക്യാപ്പ് പോലും ഇല്ല. എത്ര റവന്യൂ വരുന്നുണ്ടോ അക്കോർഡിംഗ്ലി ഹി വിൽ ഗെറ്റ് എ പോർഷൻ ഓഫ് ഇറ്റ്. ഒരു എക്സാമ്പിൾ കോണ്ടെക്സ്റ്റ് റിയൽ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. റിയൽ എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യാണ്, $50,000. ആ $50,000 X% വിൽ ഗോ ടു ദിസ് ഗൈ, ഡയറക്ട്ലി ടു ദ സെയിൽസ് പേഴ്സൺ, ടു ദ സെയിൽസ് ഗൈ. അപ്പം സാലറിന്റെ ആ കമ്പോണന്റ് ആയിരിക്കും കൂടുതലായി, ആ ഒരു കമ്പോണന്റ് ആയിരിക്കും ഓവർ എ പീരിയഡ് ഓഫ് ടൈം അത് കൂടുതലായിട്ട് വരുന്നത്. അതും എൻറ്റയർ സെറ്റപ്പ് ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ. ഇത് ഒരാൾ മാത്രമല്ല പോയി സെല് ചെയ്യുന്നത്. ഇതിന് മാർക്കറ്റിംഗ് ഉണ്ട്, കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട്, ഓൺബോർഡിംഗ് ടീം ഉണ്ട്, എല്ലാവരും കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ് സെയിൽസ് ആൾക്കാർക്ക് ഡയറക്ട്ലി ഈ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. എത്ര റവന്യൂ വരുന്നുണ്ടോ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള. അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഫോർ എക്സാമ്പിൾ ഇപ്പോ ലെറ്റ്സ് സേ ഐ ആം എ ഗ്രാജുവേറ്റ്, മേ ബി ഐ കമ്മിറ്റഡ് മൈ +2, എനിക്ക് അത്യാവശ്യം റീസണബിളി ഗുഡ് ഇൻ ഇംഗ്ലീഷ് ആണ്. ഐ വാണ്ട് ടു എക്സ്പ്ലോർ ദിസ് കരിയർ ആസ് എൻ ഓപ്ഷൻ. ഐ ഡോണ്ട് വാണ്ട് ടു ഡു കോഡിംഗ്, ഐ ഡോണ്ട് വാണ്ട് ടു ഡു ഡിസൈനിങ്, ഐ വാണ്ട് ടു എക്സ്പ്ലോർ ദിസ് sales as a career. So where should I start? I think you should join a company where they are looking for SDRs. SDR. An example, sales development representatives. Okay. What does that mean? Sales development representative ന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റ് സെല് ചെയ്യണമെങ്കിൽ ഈ പ്രോഡക്റ്റ് ആർക്കൊക്കെയാണ് യൂസ്ഫുൾ ഉണ്ടാവുക. സോ യു ക്രിയേറ്റ് എ ലിസ്റ്റ് ഓഫ് ദാറ്റ് ICPs ഓർ ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈൽസ്. ഈ ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈൽ നോർമലി റീച്ച് ഔട്ട് ചെയ്യാൻ 2 മെത്തേഡ് ഉണ്ടാവും, ഒന്ന് ഇമെയിൽ അല്ലെങ്കിൽ ഫോൺ. ഈ 2 ചാനൽസും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ട്, ഇപ്പൊ ഒരു ലിങ്ക്ഡിൻ മെസ്സേജസ് ഉണ്ട്, ഈ ചാനൽസ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ട് യു ബ്രിങ് ദം ഫോർ മീറ്റിംഗ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഡെമോ ഓർ മീറ്റിംഗ് whatever, right? ആ ഫസ്റ്റ് സ്റ്റെപ്പാണ് SDR പലപ്പോഴും ചെയ്യാറുള്ളത്. അവിടെ ഫോക്കസ് ചെയ്ത് ദി സ്റ്റാർട്ട് ഫ്രം ദെയർ. പിന്നെ SDR കഴിഞ്ഞ ശേഷം പിന്നെ ഹി വിൽ മൂവ് ടുവേർഡ്സ് AE, അക്കൗണ്ട് എക്സിക്യൂട്ടീവ്. ആ ഒരു സ്റ്റേജിൽ
ഈ ഇൻബൗണ്ട് വരുന്ന ലീഡ്സിനെ ഡെമോ ചെയ്യും, പിന്നെ സെയിൽസിലൂടെ സെയിൽസ് സ്റ്റേജസിലൂടെ നാവിഗേറ്റ് ചെയ്താണ് ഈ മെയിൻലി ചെയ്യുന്നത്. ഓക്കെ ദെൻ ഹി ഗോസ് ടു സെയിൽസ് മാനേജർ ആൻഡ് സോ ഓൺ. ഓക്കെ. ഒരു റോൾ കരിയർ ട്രാൻസിഷന്റെ റോള് SDR. LDR ഉണ്ടോ അതിന് മുമ്പ്? ഇല്ല. SDR അക്കൗണ്ട് എസ് എന്ന് പറഞ്ഞ സീനിയർ അല്ല, സെയിൽസ് ഡെവലപ്മെന്റ്, ലീഡ്സ് ഡെവലപ്മെന്റ്. BDR ഞാൻ കേൾക്കാറുണ്ട്. ഓൾമോസ്റ്റ് ലൈക്ക് സെയിം. ഓക്കെ. SDR, പിന്നെ അക്കൗണ്ട് എക്സിക്യൂട്ടീവ്, പിന്നെ സെയിൽസ് മാനേജർ, പിന്നെ VP ഓഫ് സെയിൽസ്, ഹെഡ് ഓഫ് സെയിൽസ്. അങ്ങനെ. അപ്പോ ഒരു സാലറി പെർസ്പെക്റ്റീവില് പറയുകയാണെങ്കിൽ ഹൗ ബിഗ് ദിസ് സെയിൽസ് കരിയർ ക്യാൻ ബി? ഇപ്പൊ എല്ലാവരും പറയുന്നു ഇപ്പൊ ഡെവലപ്പർ ആയാൽ മാത്രമാണ് യു ക്യാൻ മേക്ക് lakhs and crores എന്ന് പറയുന്നത്. യു ക്യാൻ ഹിറ്റ് ക്രോർ വിത്ത് ദിസ് അല്ലേ? ശരിയല്ലേ? അപ്പൊ അതൊന്ന് കൂടുതൽ ആൾക്കാർ അറിഞ്ഞു കൊടുക്കാൻ ഹാവ് റൈറ്റ് കമ്പനീസ് ടു വർക്ക് വിത്ത്. അപ്പൊ ചില ആൾക്കാർ ഒരു ഫ്യൂ ബാഡ് ആപ്പിൾസ് കണ്ടിട്ട് അവർ ആ കരിയർ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എക്സാമ്പിൾ ബൈജൂസ്. അപ്പൊ ബൈജൂസിൽ സെയിൽസ് ചെയ്ത ആൾക്കാർ ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും സെയിൽസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരായിരിക്കാം. Do you think that's happening? So സെയിൽസിലും ഒരു ടെക്നോളജി പോലെ തന്നെ കുറെ സ്ട്രീംസ് ഉണ്ട്. Okay. സോ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഏത് തരം സെയിൽസ് ആയിരിക്കും മാക്സിമം റവന്യൂ കൊണ്ടുവരാം, അല്ലെങ്കിൽ മാക്സിമം കോമ്പൻസേഷൻ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സെയിൽ നടത്തുമ്പം ഒരു വലിയൊരു റവന്യൂ ബ്രിങ് ഇൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് കമ്പനീസ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. ബൈജൂസിന്റെ കേസിലാണ് അല്ലെങ്കിൽ അങ്ങനത്തെ കമ്പനീസ് ആണെങ്കിൽ മേ ബി റവന്യൂ കുറവായിരിക്കും, ഒരു പക്ഷേ കുറവായിരിക്കും. ഇപ്പം in your case maybe it is high maybe $50,000 നമ്മൾ വരുന്നത്. അറൗണ്ട് INR പറയുകയാണെങ്കിൽ 40 lakhs ആണ് ഒരു ക്ലയന്റ് ക്ലോസ് ചെയ്യുന്നത്. അപ്പം ഇപ്പം ഇങ്ങനത്തെ ഒരു എന്റർപ്രൈസ് സാസ് കമ്പനീസിലാണ് നോക്കാണ്. ഓക്കെ, ആ സാസ് കമ്പനീസ് ഗ്ലോബലിയാണ് സെല് ചെയ്യുന്നത്. ആ കമ്പനീസിൽ വരുമ്പം ഡെഫിനറ്റ്ലി അതിന്റെ റവന്യൂ ഷെയർ അല്ലെങ്കിൽ കോമ്പൻസേഷൻ മച്ച് ഹയർ ആയിരിക്കും. ഓക്കെ. അപ്പോ ഇങ്ങനത്തെ സ്ട്രീം നോക്കുന്ന ആൾക്കാർ ചൂസ് യു അബൌട്ട് ദ കമ്പനീസ് യു ജോയിൻ. യെസ്, അങ്ങനെ ചൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ആ ഒരു പ്രോഗ്രഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ multi lakhs or crores ഈസിലി ക്യാൻ ബി അച്ചീവ്ഡ് ഇൻ ദിസ് പർട്ടിക്കുലർ സ്ട്രീം. എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് സാസ് കമ്പനീസ് വരുന്നുണ്ട്. കറക്റ്റ്. പിന്നെ വി ആർ ഹാവിംഗ് എ സീരിയസ് ഡെർത്ത് ഓഫ് സെയിൽസ് ഗൈസ്. സെയിൽസ് ആൾക്കാർ എണ്ണം കുറവല്ല, ആക്ച്വലി എണ്ണം കുറവാണ്. ആ ഒരു ഇപ്പൊ ഒരു അമേരിക്കൻ ആയിട്ടുള്ള ഒരാളെ ഹയർ ചെയ്തു കമ്പയർഡ് ടു ഒരു ഇന്ത്യൻ ഗായ്. ആ അമേരിക്കൻ പേഴ്സന്റെ റിഫൈൻമെന്റ് വിൽ ബി മച്ച് ഹയർ ദാൻ ആൻ ഇന്ത്യൻ പേഴ്സൺ ജനറലി ടു ടോക്ക് ടു ദ അമേരിക്കൻ ക്രൗഡ്, റൈറ്റ്? ആ ഒരു റിഫൈൻമെന്റ്, പക്ഷേ ആ സിമിലർ റിഫൈൻമെന്റ് ഉള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അത് പക്ഷെ ചെറിയ നമ്പർ ആണെന്നേ ഉള്ളൂ. പക്ഷെ അവരിക്കൊന്നും സെയിൽസ് ഇങ്ങനത്തെ റോളിലേക്ക് പോകണമില്ല. അവർ ഈ സംഭവം ഇത്ര കമ്മീഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന അറിയണ പോലും ഉണ്ടാവില്ലല്ലോ. ഈ സ്ട്രീം സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യില്ല, പക്ഷെ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്ക് നല്ല പ്രോഗ്രഷൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. കേരളത്തിലുണ്ട്. Okay, I think ഇത് കേട്ടിട്ട് hopefully few people will sales as career path. I think വേറെ ഏതെങ്കിലും ഒരു പോഡ്കാസ്റ്റ് സെഷനിൽ അങ്ങനത്തെ ഒരാളെ കേരളത്തിൽ നിന്നുള്ള ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പോ ലാസ്റ്റ് 30 minutes ഷമീലിന്റെ ജേർണി ഷെയർ ചെയ്തു, ആൻഡ് ഹൗ വി വെന്റ് ഫ്രം building first mobile apps to now running few millions per year company. And നമ്മൾ ഡിസ്കസ് ചെയ്ത് സെയിൽസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. വി ഡിസ്കസ് അബൌട്ട് എന്റർപ്രൈസ് സെയിൽസ്, എങ്ങനെ ഒരു സെയിൽസ് കരിയർ സ്റ്റാർട്ട് ചെയ്യാം, ഹൗ ബിഗ് ദാറ്റ് പൊട്ടൻഷ്യൽ ഈസ്, ഇതൊക്കെ നമുക്ക് ഷെയർ ചെയ്തു. ഇനി ഷമീലായിട്ട് കൂടുതൽ കണക്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ ആൾക്കാരെ കണ്ടെത്തും? ലിങ്ക്ഡിൻ ആയിരിക്കും ബെസ്റ്റ്. ഞാൻ ലിങ്ക്ഡിൽ പ്രസന്റ് ആണ്, ഷമീൽ അബ്ദുള്ള ചെയ്ത് കഴിഞ്ഞാൽ. ഷമീൽ അബ്ദുള്ള, മേക്ക് ഷുവർ യു സെൻഡ് എ ഫോളോ റിക്വസ്റ്റ് ആൻഡ് മെൻഷൻ യു മേ ബി പോഡ്കാസ്റ്റ് കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he'll more than happy to accept. Absolutely. Okay, I think Shamil, personally I look up to you as a person. ഞാൻ ഫസ്റ്റ് കണ്ടത് കാലിക്കറ്റ് ആണ്. That's when first met you. Then you were working on Clue Track. കുറച്ച് നാളായിട്ട് we had not been touch, but I've been like ഫണ്ടിങ് ന്യൂസും ഈ റവന്യൂ ന്യൂസും ഒക്കെ അവിടെ നിന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. But I'm really fortunate to meet you again after a long time, and to hear about the progress you are making right now. And I hope next set of activity, the funding, be it the revenue, you reach that milestones as fast as possible. Thanks a lot, Felix. Thanks for bringing up this group called Kerala Product Hunt. Personally, how Kerala Product Hunt has helped you? Really, I think it's a no bullshit team. Yeah. Right? നമുക്കൊരു ഏതൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും definitely people who answer in a very practical, reliable, no gyan manner. Yeah. ആ ഒരു സ്റ്റേജിൽ, ആ ഒരു കേസിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആസ് എ ഗ്രൂപ്പ്. ഞാൻ എല്ലാ സ്റ്റേജിലും ലൈക്ക് ഹയറിങ്ങിനായാലും കുറെ ടെക് ഇവാലുവേഷൻസിന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കംപ്ലൈൻസ് റിലേറ്റഡ് സ്റ്റഫ്,
എല്ലാത്തിലും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട അതിനകത്ത്. So, We also talk about some memes and jokes. memes and അത് jokes. ഷമീലാണ് അതിന് memes and jokes കൊണ്ടുവരുന്ന ആള്. So yeah, I mean like I'm really fortunate to have you with us today, and thanks again, Shamil. Nice talking to you, colleagues. Thanks.